ഹലോ. ഇന്ന് ഞാന് ചെറുപുഴ റാഫ്റ്റിങ്ങിന് പോകുന്നതാണേ. ഏകദേശം ഇപ്പൊ 2, 3 വർഷമായി ഞാൻ പോണംന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഈ റാഫ്റ്റിംഗ്. ഞാൻ എപ്പോ ട്രിപ്പ് പോകുമ്പോ ഒന്നെങ്കില് എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ മാച്ചുണ്ടാവുക. പക്ഷെ ഇന്ന് അതിൽ നല്ല വ്യത്യസ്തമായിട്ട് ഇതുവരെ കാണാത്ത ആൾക്കാരെ കൂടെയാണ് ഇന്ന് പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് റാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറുപുഴയിലുള്ള തേജസ്വിനി പുഴയിലാണ്. അങ്ങനെ നമ്മള് ബോട്ടൊക്കെ കയറ്റി ഇതാ ഈ ഒരു ജീപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജീപ്പിൽ കയറിയിട്ട് വേണം നമുക്ക് പിന്നെ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടി. അപ്പൊ ഈ പുഴ ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരിയിൽ നിന്നാണ്. നല്ല ഒഴുക്കുള്ള സമയമാണ് ഈ മഴക്കാലത്ത്. അപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഇവിടെ റാഫ്റ്റിങ്ങിനായിട്ട് വരുന്നത്. ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ കണ്ണൂരിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്നാണ്. ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് റാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ പുഴന്റെ ഒഴുക്ക് കാണുമ്പോൾ പിന്നെ ചെറിയ പേടിയൊക്കെ തോന്നുമെങ്കിലും ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്താൽ മതി. വേറെ കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് ഇനി അഥവാ നമ്മൾ വീണ് പോയാലും പ്രശ്നമൊന്നുമില്ല. ട്രെയിനേഴ്സ് ഉണ്ട്, നല്ല എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ആണ്. അപ്പൊ ഇവര് നമ്മളെ ബോട്ടിലേക്ക് തിരിച്ചു കയറ്റിക്കോളും കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും ഈ റാഫ്റ്റിംഗ് പറയുമ്പോൾ ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിട്ട് എല്ലാവരും മാറി മാറി നിന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ ഇതെന്തായാലും ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടായിരുന്നത്. എന്റെ ഫ്രണ്ട് സ്മൃതി പിന്നെ ഈ ടീമിന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് റാഫ്റ്റിംഗ് ചെയ്തിട്ട് പോയതാണ്. അപ്പൊ അവൾ ഇതിനു മുന്നേ 1, 2 ട്രിപ്പ് ഇവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും പിന്നെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായി. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും പിന്നെ ഒരു എന്താ പറയാ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആകെ ഒരു 5 മിനിറ്റ് പോലും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ ഫുൾ കമ്പനിയായി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ നല്ല കട്ട ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഇങ്ങനെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈഫിൽ എന്തായാലും ഇതൊന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഈ റാഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. 10 കിലോമീറ്റർ ആണെന്നാ പറഞ്ഞത്. പിന്നെ ഒഴുക്ക് കൂടുതലുള്ള സമയത്ത് 10 കിലോമീറ്റർ ഒക്കെ പെട്ടെന്ന് ഇവിടെ എത്തും. നമുക്ക് തന്നെ മതിയായിട്ടില്ല കേട്ടോ, പെട്ടെന്ന് എത്തി കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.